1925 തുടങ്ങിയ ഒരു 40 വരെയുള്ള കാലഘട്ടം ഡോക്ടർ ജി എന്ന സംഘസ്ഥാപകൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ ആ പ്രവർത്തനം പരിപൂർണമായും സംഘടനാ ദൃഢീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. വ്യക്തി നിർമ്മാണത്തിലും സംഘത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മാത്രമായിരുന്നു. എന്നാൽ 37, 39, 40 ആകുമ്പോഴേക്കും വിവിധ മേഖലകളിലേക്ക് സംഘം പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ സ്വയം സേവകർ പ്രവേശിക്കുന്നു. സംഘം എവിടെയും പ്രവേശിക്കാറില്ല. സംഘം പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞ വ്യക്തികൾ പല മേഖലകളിലേക്കും എത്തും. അങ്ങനെ ഓരോരോ സംഘടനകൾ, വിവിധ മേഖലകളിലുള്ള സംഘടനകൾ ആരംഭിക്കുന്നു. അവയോരോന്നും ചെറിയ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ, ഒരുപക്ഷെ ഇന്ന് സംഘത്തിൻ്റെ ഒപ്പം പ്രവഹിക്കുന്നവർക്ക് ഈ ശക്തിയും ഈ സ്വാധീനവും ഈ പരപ്പും ആഴവുമൊന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല, അനുഭവപ്പെടണമെന്നില്ല. മാറി നിന്ന് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും എന്തൊരു വലിയൊരു അത്ഭുതമാണ് ഭാരതത്തിൻ്റെ ഉള്ളിൽ നടന്നത് എന്ന്. 925 സ്വന്തമായൊരു പേരോ ഓഫീസോ പോലും ഇല്ലാതെ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഭാരതത്തിൻ്റെ എല്ലാ ജീവമാനമായ മേഖലകളിലേക്കും കടന്നു ചെന്ന് സ്വാധീനം ഉറപ്പിച്ച് ഇന്ന് ഭാരതത്തിൻ്റെ അജണ്ട, ഭാരതം എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കുന്ന ഒരാശയഗതിയായ ഒരു പ്രസ്ഥാനമായി വളർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അത്തരമൊരു പ്രഖ്യാപനത്തെ ചിലപ്പോൾ ഒരു പക്ഷേ ചിലരെങ്കിലും അതൊരു അഹങ്കാരമായി കണ്ടേക്കാം. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്, സംഘത്തിൻ്റെ ശക്തിയെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സംഘം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അതായിരിക്കും കൂടുതൽ എളുപ്പം. സംഘം ഇന്ന് എവിടെ എത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ